അതിന് സമയം ഏകദേശം 7:30 അവിടെ വള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചൂണ്ട അടുക്കി വെച്ചിരിക്കുന്ന കണ്ട, ഇതാണ് നമ്മൾ പണിക്ക് കൊണ്ടുപോകുന്ന ചൂണ്ടകൾ. തൂത്തുക്കുടി ജില്ലയിൽ തന്നെ അമലി നഗരം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 50,000-ഓളം ചൂണ്ടയും കൊണ്ടാണ് നമ്മൾ പണിക്ക് പോകുന്നത്. നല്ല ചിലവുണ്ട്. സമയം ഏകദേശം 7:30 രാത്രി 7 വള്ളം പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വള്ളം താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. പോകുന്ന സ്ഥലത്തൊക്കെ ഒത്തിരി ചൂണ്ട ഇടുന്നത് വരെ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കടൽ കടന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. കടന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഓരോ നാടുകളിലും ഓരോ രീതിയിലാണ്. നമ്മൾ കന്യാകുമാരിയിൽ ഈ മുള എന്തിനാ കുത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞൂടാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ ക്ലിയർ ആവും. അതായത് വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പിട്ട് കുത്തുന്നത് കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പോയപ്പോഴും ഓരോ രീതിയിലുള്ള പണികളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് പോയിട്ട് വെളുപ്പാങ്കാലത്ത്, അതായത് 10 മണിക്കൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 7 മണിക്ക് പോയിട്ട് രാത്രി 1 മണിക്ക് വരുന്നത്. നല്ലപോലെ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കാറ്റിനെതിരിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ കാറ്റത്ത് എതിരിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ വെള്ളം നല്ലതുപോലെ അടിക്കും. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുക്കത്തില്ല. ഇനി അവിടെ എത്തിയതിനു ശേഷം ചൂണ്ട ഇടുന്ന സമയത്തായിരിക്കും ലൈറ്റ് ഇടുന്നത്. അപ്പം തൊട്ട് കാണാട്ടാ. അങ്ങനെ ഇര എടുത്തിട്ടുണ്ട്. കണവയാണ് കേട്ടോ ഇരയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വൈകിട്ട് വന്ന് വെട്ടിവെച്ച ആ ഇര തന്നെ എടുപ്പാണ്. ചാളയുണ്ട്. ചാള അവിടെ പെട്ടിയിലിരിക്കുകയാണ്. കാറ്റ് നല്ല ശക്തിയായിട്ട് വീശുന്നുണ്ട്. രക്ഷയില്ല. അപ്പോൾ കുപ്പി മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മട്ട് ചൂണ്ടയിൽ ഇടയിലായിട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാർക്കൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള റോപ്പ് ഇറക്കി കൊടുത്തതിന് ശേഷം കുപ്പി മണ്ണിടും. കുപ്പി മണ്ണാണ് അതിൻ്റെ എൻഡ്, അതായത് വെയിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പി മണ്ണിടുന്നത്. ഇത്രയും സ്പീഡിന് ഈ ചൂണ്ട എടുത്ത് കൊടുക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ചാളയും മറ്റേ സൈഡിൽ കണവയാണ് കോർക്കുന്നത്. കോർത്ത് വിടുന്നത് തന്നെ ഒരു കൈ പിന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ കാറ്റുള്ളത് കൊണ്ട് ഒത്തിരി കൂടെ സ്പീഡ് കൂടുതലായിരിക്കും. നമ്മൾ അര സ്പീഡിൽ ഓടിയാലും കാറ്റിന് പകുതി സ്പീഡ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗത്തിൽ വേണം ജോലി ചെയ്യാൻ. ഇവരുടെ സ്പീഡൊക്കെ കണ്ട എൻ്റെ അമ്മോ, ഈ ഒരു സ്പീഡ് ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതായത് കന്യാകുമാരിയിലൊക്കെ നമ്മൾ ഇതേ സെയിം പാറ്റേണിലാണ് അവർ ചൂണ്ടയിൽ ഇര കോർത്ത് വിടുന്നത്. എന്നിരുന്നാൽ പോലും ഇത്രയും സ്പീഡിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ചൂണ്ട ഒരു സ്ഥലത്ത് വിട്ടിട്ടുണ്ട്. ഒരു മട്ട് ഒരു പാല് ചുറ്റി അങ്ങ് വളച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോയി അടുത്ത ചൂണ്ട ഇളക്കും. നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ട് ചൂണ്ട ഇളക്കുവാണ്. എന്തോ മെഷീനിലിട്ട് നമ്മൾ വല തച്ചെടുക്കില്ലേ, അതുപോലെയാണ് ചൂണ്ട എടുത്ത് കൊടുക്കുന്നത്. ചൂണ്ടയിൽ ഇര കൊടുക്കും. ഓക്കെ, ചൂണ്ട വരുന്നത് അറിയുന്നില്ല, പോകുന്നത് അറിയുന്നില്ല. സമയം ഏകദേശം 9:50 അപ്പോൾ മട്ട് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ്. ഫുള്ളായിട്ട് വിട്ട് തീർന്നിട്ടില്ല. കുറച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കാണുന്ന ബോക്സിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ചൂണ്ട ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതായാലും മട്ട് വലിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ മീനുകൾ വരുന്നെന്നുള്ളതെല്ലാം ലൈവായിട്ട് കാണാം. അങ്ങനെ മട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. മട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
കോയ എടുക്ക കോയ എടുക്ക. മട്ട് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഓരോ പാറയ്ക്ക് ചുറ്റും വളഞ്ഞു വിട്ടതിന് ശേഷം ആ സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് വീണ്ടും അടുത്ത പാറയ്ക്ക് അടുത്ത് പോകും. നമ്മുടെ ഈ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മട്ട് വയ്ക്കുന്നത് ഒരൊറ്റ ലൈനിൽ അങ്ങ് വച്ചുകൊണ്ട് അങ്ങ് പോകും. അത് വലിയൊരു പാറയ്ക്ക് ചുറ്റുമായിരിക്കും. അല്ലെങ്കിൽ മടപോക്കെന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതായത് പാറ ഇല്ലാത്ത സ്ഥലങ്ങളിലും മട്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പോകാറ്. പക്ഷേ എന്നിരുന്നാലും ഇവരങ്ങനെയല്ല, ഓരോ പീസായിട്ടാണ് വിടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് മട്ട് വലിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മീനുകളൊക്കെ ഓരോ സ്ഥലത്ത് ഒരു സ്ഥലത്ത് മീനില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് മീൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട് കേട്ടോ ഇങ്ങനെ മട്ട് വയ്ക്കുന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും വരിയായിട്ട് ഓരോ മീനുകളായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മീനുകൾ വരുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, വെറും ചൂണ്ടകളും വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം മീനല്ല. മീൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കത്തില്ല, നിർത്താതെ നോൺ സ്റ്റോപ്പായിട്ട് മീൻ വന്നുകൊണ്ടിരിക്കും. എല്ലാ ചൂണ്ടയിലും മീൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടി നിറയുന്നത് അറിയത്തില്ല, മീൻ ഐസ് ചെയ്യുന്നത് അറിയത്തില്ല. ആ രീതിയിലായിരിക്കും പണി നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീനുകളാണ്. ഇതിന് ശേഷം വലിയ മീനുകൾ വരുന്നത് അവസാനത്തെ 2-3 സ്ഥലങ്ങളിലാണ്. ആ സ്ഥലങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്തൊക്കെ വലിയ മീനുകളെ വരത്തുള്ളൂ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ വരും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അഴുവ എന്ന് പറയും, അഴുവ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ കലവ മീനാണ്, കലവയുടെ മരക്കലവ എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം വന്നിട്ടുണ്ട്. ആ 2 കലവയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരലിയും. ആദ്യത്തെ മട്ട് വലിച്ചു തീർന്നപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് കേട്ടോ. 2 കലവ കിട്ടി. ബാക്കിയുള്ളത് നമ്മളെ കുരലിക്കുട്ടിയാണ്. ചെറിയ കുരലിക്കുട്ടി, കോള, അന്നിങ്ങനെ ഒരുപാട് മീനുകൾ. ഇത്രയേ കിട്ടിയുള്ളൂ. അങ്ങനെ ആദ്യത്തെ ചൂണ്ട വലിച്ചു തീർന്നു. ഇനി അടുത്ത സെക്ഷൻ വലിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തോട്ട് ഓടി പോവുകയാണ് കേട്ടോ. എല്ലാവരും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നു, കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പോൾ അടുത്ത മട്ടിൻ്റെ അടുത്തെത്തി. അടുത്ത മട്ട് വലിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ റോപ്പ് ആദ്യം വലിച്ചു കയറ്റിയതിന് ശേഷമായിരിക്കും ചൂണ്ട വരുന്നത്. ചൂണ്ട വന്നിട്ട് നമുക്ക് എന്തൊക്കെ മീനുകൾ കിട്ടിയെന്നുള്ളതൊക്കെ കാണാട്ടാ. ഒപ്പി വന്നു, ടങ്കീസ് വന്നു. ഓക്കെ, രണ്ടാമത്തെ മട്ടും വലിച്ചു കയറും. ഇപ്പോൾ ചെറിയ മീനുകൾ മാത്രമേ കിടന്നുള്ളൂ. ഇപ്പോൾ അധികമൊന്നും ഇല്ല, നേരത്തേക്കാളുന്ന കഷ്ടം. അങ്ങനെ അടുത്ത 3-ാമത്തെ സെക്ഷൻ വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ചൂണ്ട വലിച്ചപ്പോഴേക്കും ഈ വരുന്ന മീനിനെയാണെന്നുണ്ടെങ്കിൽ പകുതി കാണാനില്ല. അതായത് പകുതി ഭാഗം ഈ കണവ കടിച്ചിട്ടുണ്ട്. അപ്പോൾ കണവ കടിച്ചപ്പോഴേക്കും പിന്നാലെ 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 2 വെള്ള കളറിൽ പിന്നാലെ വരുന്നത് കണവയാണ്. അതായത് പേക്കണവ, നമ്മുടെ നാട്ടിൽ പിലക്കണവ എന്ന് പറയും. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. അത് നല്ല മധുരമുള്ള കണവ ഇനത്തിൽപ്പെട്ട ഒരു കണവയാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഒന്നിനെ. അത് റീൽസായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും വരുന്നുണ്ട്. 3-ാമത്തെ മട്ടും വലിച്ചു തീർന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം ഐസിലോട്ട് ഇടുവാണ്. എൻ്റെ അമ്മോ,
പിടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തി. നല്ല പൊളപ്പൻ കുരലി. ഏത് സൈസ് നോക്കി, ഒരു രക്ഷയില്ല. ചെമ്പല്ലിയുടെ സൈസുണ്ട്. ചെമ്പല്ലിയുടെ അതേ അളവിലുള്ള കുരലി. സൈസ് സാധനം.
ഒരു മട്ടിൽ കിട്ടിയതാണ് ഇത്രയും മീൻ. അപ്പോൾ നേരത്തെ വലിച്ച് അത്രയും ഇപ്പോൾ ഒരു 3 വട്ടോളം വലിച്ചപ്പോൾ കുറഞ്ഞ മീനായിരുന്നു കിട്ടിയത്. പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു ഒറ്റ മട്ടിൽ നമുക്ക് നല്ല അത്യാവശ്യം സൈസുള്ള ചെമ്പല്ലി, കൊരലി, വിളമീനെന്ന് ഇവർ പറയും. ഇത് ഓരിയ കൊരലി എന്ന്, അതല്ലാതെ ഓരിയ വിളമീൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ ചുണ്ട് മാത്രം നീണ്ടിരിക്കും, ഇത്രത്തോളം നീണ്ടിരിക്കും. മറ്റ് കൊരലിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീണ്ടല്ല, ചെറുതായിട്ട് ചപ്പിരിക്കും. ഇത് നീണ്ടിരിക്കും. ഇതിന് ഓരിയ വിളമീനെന്ന് പറയും. മട്ട് വലിച്ച് തീർന്നിട്ടുണ്ട്. അടുത്ത ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. ലാസ്റ്റ് 4ാമത്തെ മട്ട്. ഒരു പൊളപ്പൻ സാധനം കിട്ടി കേട്ടോ. 1000. അങ്ങനെ നമ്മൾ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കരയിലെത്തി. നമ്മളെ ട്രാക്ടർ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാക്ടർ വണ്ടി ഈഞ്ചിട്ട് വലിക്കും. പക്ഷേ ഇവിടെ നിന്ന് വന്നത് മുതൽ റിവേഴ്സ് ഇട്ടാണ് പോകുന്നത്. ആഹാ, നല്ല സുഖമുണ്ട് കേട്ടാ. കടലടിച്ച് വരും നോക്കി. ഇഞ്ചിന് പാത്ത് അതിൻ്റെ വണ്ടിയിൽ നിന്ന് റോപ്പ് വലിച്ച് അങ്ങ് കയറ്റിക്കൊണ്ട് കെട്ടുക. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ വള്ളം വലിച്ച് കെട്ടും. ഓക്കെ, പണി തീർന്നു. അങ്ങനെ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമ്മൾ കരയിലെത്തി. അപ്പോൾ ഇനി രാവിലെ ആയിരിക്കും മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയി ഉറങ്ങേണ്ട സമയമാണ്. ഇനി നേരം വെളുത്ത് മീൻ കച്ചവടം ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഔട്ട്രോ.